എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 15-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ച നിബദതി കാലേ ദക്ഷിണാദ്വേപഗാമീ മയി നിഹിതമകാമം കർമ്മതൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പിതൃസുരഗണയാജി, പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്ന ആര്? ധാർമ്മികോയോ ഗൃഹസ്ഥ, ധാർമ്മികനായ ഗൃഹസ്ഥാശ്രമി. സച നിബദതി കാലേ, ആ ഗൃഹസ്ഥാശ്രമിയും കാലം കൊണ്ട് അല്ലെങ്കിൽ പുണ്യം തീരുമ്പോൾ താഴേക്ക് പതിക്കുന്നു. ദക്ഷിണാദ്വേപഗാമി, തെക്കോട്ട് യാത്രയായിട്ട്, അതായത് മരിച്ചു പോയിട്ട്. മയി നിഹിതം അകാമം, എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മം. കർമ്മ തു ഉദപദാർത്ഥം, വടക്കൻ വഴിക്കുള്ളതാണ്, അതായത് ശാശ്വതമായ മോക്ഷദായകമാണ് ആ തരം കർമ്മങ്ങൾ എന്നർത്ഥം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ധാർമ്മികനായ ഗൃഹസ്ഥാശ്രമി പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞം ചെയ്ത് ആരാധിക്കുമ്പോൾ ദക്ഷിണാപഥമായ ധൂമാദി മാർഗത്തിൽ പ്രവേശിക്കുകയും മോക്ഷമനുഭവിച്ചതിനു ശേഷം താഴെ പതിക്കുകയും ചെയ്യുന്നു. എന്നിൽ സമർപ്പിതമായ നിഷ്കാമ കർമ്മം മാത്രമേ ശാശ്വത മോക്ഷദായകമായി തീരൂ എന്ന്. കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി, കപിലസ്വരൂപിയായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. അതായത് ധാർമ്മികനായ ഒരു ഗൃഹസ്ഥാശ്രമി പൊതുവെ പിതൃക്കളെയും ദേവന്മാരെയും എല്ലാം ആരാധിക്കുകയും യജ്ഞം ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ട്. ആ പുണ്യങ്ങൾക്കനുസരിച്ച് മരണശേഷം അദ്ദേഹം മോക്ഷം പ്രാപിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന് സുഖിക്കും. ആ പുണ്യങ്ങൾ തീരുമ്പോൾ അവൻ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. പിന്നെ എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താലാണ് ശാശ്വതമായ മോക്ഷം ലഭിക്കുന്നത്? ഭഗവാനിൽ സമർപ്പിതമായി കർമ്മഫലങ്ങൾ ഇച്ഛിക്കാതെ ഓരോ കർമ്മങ്ങളായി ചെയ്യുമ്പോൾ ശാശ്വതമായ മോക്ഷം ലഭിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക എന്നാവും അപ്പോൾ ഓരോ ഗൃഹസ്ഥാശ്രമിയും ചിന്തിക്കുക. നമുക്കെല്ലാം ഓരോ ചിട്ടകളുണ്ട്. നമുക്കൊരു ക്ഷേത്രമുണ്ടായിരിക്കും, ഒരു കുടുംബ പരദേവത ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ദൈവകാരണവന്മാരുണ്ടായിരിക്കും. ഇവരൊക്കെ ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണേ. അതൊക്കെ നമ്മുടെ ധാർമ്മികമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മഹാഭാരതം പറയുന്നത് പോലെ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആരെയൊക്കെയാണോ നമ്മൾ ആരാധിക്കുന്നത്, ഏതൊക്കെ പിതൃക്കൾക്ക് വേണ്ടിയാണോ നാം യജ്ഞം നടത്തുന്നത്, അതെല്ലാം ആത്യന്തികമായി ചെന്നു ചേരുന്നത് കേശവനിലാണ് എന്ന ഒരു അറിവ് നേടിയതിനു ശേഷം നമ്മൾ നിഷ്കാമമായി കർമ്മം ചെയ്താൽ നമുക്ക് മോക്ഷം, ശാശ്വതമായ മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ.